അതോ ഇനി ഈ പോലീസിന്റെ കഴിവുകേടാണോ? നമുക്കറിഞ്ഞുകൂടാ. 12ാം ദിവസമായി ഇന്ന് ആ ചെറുപ്പക്കാരൻ ഒളിവിൽ പോയിട്ട്. എല്ലായിടത്തും പരതുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. കിട്ടാത്തതാണോ, കിട്ടിയിട്ട് അറസ്റ്റ് ചെയ്യാത്തതാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയാ ചെയ്തത്. പക്ഷെ നോക്കൂ, വിധിയുടെ ഒരു കളി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗിന് തൊട്ട് തലേന്ന്, 2ാം ഘട്ട പോളിംഗ് നടക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് CPM-ലെ ഒരു പ്രമുഖ വ്യക്തിക്കെതിരായിട്ടുള്ള സമാനമായ കേസ്, ലൈംഗിക ആരോപണ കേസ്, ഇതാ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. വിധിയുടെ ഒരു വിളയാട്ടം, അങ്ങനെയാണ് ഇതിനെയൊക്കെ പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ ഉപയോഗിച്ചത് ഒരു വിഷയം എന്ന നിലയിൽ മാത്രമല്ല, അവരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ്, വിശ്വാസികൾ CPM-നെതിരായിട്ടൊക്കെ തിരിഞ്ഞിരിക്കുക. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയ ആളുകൾക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. അതിലെ CPM-ന്റെ ഉത്തരവാദിത്വം അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. 2 പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അത് ജനങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക മാത്രമല്ല, അതുണ്ടാക്കിയൊരു വലിയ അപകടകരമായ അവസ്ഥയിൽ നിന്ന് കരകയറുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരായിട്ടുള്ള കേസിനെ ഉപയോഗിക്കുകയായിരുന്നു അവര് ഇതുവരെ ചെയ്തിരുന്നത്.